മാളിക്കുന്ന് ഞരളത്ത് ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവന്ന ആധ്യാത്മിക രാമായണ സപ്താഹയജ്ഞം ശ്രീ രാമപട്ടാഭിഷേകത്തോടെ സമാപനമായി. അവരെ സേവിക്കലാണ്. ആരാണോ നമുക്ക് അധികാരം നൽകുന്നത് അവരെ സേവിക്കുക. ജനങ്ങളാണ് അധികാരം നൽകുന്നതെങ്കിൽ ജനങ്ങളെ സേവിക്കുകയാണ് വേണ്ടത്, അവരെ ഭരിക്കുകയല്ല. അവരെ ഭരിക്കാനല്ല അധികാരം തരുന്നത്. അത് ശ്രീരാമചന്ദ്രൻ തന്റെ ഭരണ സമ്പ്രദായത്തിൽ തെളിയിച്ചു കൊടുത്തു. അതാണ് രാമരാജ്യം എന്നുള്ളത്. വലിയൊരു ലക്ഷണം ഉള്ള ഒരു ഭരണ രീതിയെയാണ് നമുക്ക് സമ്മാനിച്ചത് ശ്രീരാമചന്ദ്രൻ. അതായിരിക്കണം എല്ലാ രാജ്യത്തിൻ്റെയും ആ രാജ്യ പരിപാലനം. അത് ഇന്നും നമ്മൾ വളരെ ആദരവപൂർവ്വം ഓർക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ രാമായണ മഹത്വ പ്രഭാഷണം, ശ്രീരാമാവതാരം, സീതാ സ്വയംവരം, പാതുക പട്ടാഭിഷേകം, ശബരി ആശ്രമപ്രവേശനം, ഹനുമത് ആഗമനം, ഗരുഡാഗമനം, രാവണ നിഗ്രഹം, സീതാ സ്വീകാരം, ശ്രീ രാമപട്ടാഭിഷേകത്തോടെയാണ് ഒരാഴ്ച നീണ്ടുനിന്ന ആധ്യാത്മിക രാമായണ സപ്താഹ യജ്ഞത്തിന് സമാപനമായത് എന്ന് ചെയർമാൻ ബാലചന്ദ്രൻ പറഞ്ഞു. സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ സപ്താഹം ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ്. കഴിഞ്ഞ 20-ാം തീയതി ആരംഭിച്ച് 27-ാം തീയതി ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ശ്രീരാമ പട്ടാഭിഷേകം, സ്വർഗാരോഹണം, അതുപോലെ തന്നെ പട്ടാഭിഷേക സന്ധ്യയോട് കൂടിയിട്ട് ഈ വർഷത്തെ രാമായണ സപ്താഹം അവസാനിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു വന്നിരുന്ന ആചാര്യന്മാർ തന്നെയാണ് ഇപ്രാവശ്യവും സപ്താഹത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതികൂല കാലാവസ്ഥ, മഴയുടെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി. അതുപോലെ തന്നെ നിപ്പയുടെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇപ്രാവശ്യം എല്ലാ വർഷത്തേക്കാളും അധികമായിട്ട് വളരെയധികം ഭക്തജനങ്ങൾ ഇപ്പോൾ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏകക്ഷേത്ര ദർശനത്തിലൂടെ നാലമ്പല ദർശന പുണ്യം എന്നുള്ളതാണ് പ്രാധാന്യം. അതിന് പട്ടാഭിഷേക രാമനാണ് പ്രതിഷ്ഠ. ആ സമയത്ത് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് ഈ ക്ഷേത്ര ദർശനം നടത്തിയാൽ നാലമ്പല ദർശനത്തിന് തുല്യം എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം ഈ സപ്താഹത്തിൻ്റെ ഇടയിൽ തന്നെയാണ് കർക്കിടക വാവുബലി വന്നത്. നല്ലൊരു പങ്കാളിത്തം പിതൃതർപ്പണത്തിന് വേണ്ടി ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ പുതിയ വഴിപാട് കൗണ്ടറും അതുപോലെ തന്നെ ഓഫീസും കഴിഞ്ഞ 20-ാം തീയതി മലബാർ ദേവസ്വം ബോർഡിൻ്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ ദണ്ഡപാണി മാഷാണ് ഉദ്ഘാടനം ചെയ്തത്. തികച്ചും നല്ല പങ്കാളിത്തം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ വർഷം രാമായണ സപ്താഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കർക്കിടകം 31 വരെ ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികൾ നടക്കുന്നുണ്ട്. ആഗസ്റ്റ് 3 അടുത്ത ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും അതുപോലെ തന്നെ ആനയൂട്ടും നടക്കുന്നത്. ഇതിനെല്ലാം എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിൽ സെക്രട്ടറി സുനിൽ, പ്രസിഡന്റ് ഗംഗാധരൻ നായർ, ഗോപകുമാർ, രഘു ഉൾപ്പെടെയുള്ള ഭാരവാഹികളാണ് ആധ്യാത്മിക രാമായണ പരിപാടിക്ക് നേതൃത്വം നൽകിയത്.